ഞാൻ വാങ്ങിച്ചെന്ന ഡ്രസ് രാമുണ്ണിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് വേണ്ട. ഈ വേഷത്തിൽ എന്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഞാൻ പോകുന്നു. ഓഹോ, യാത്ര ചോദിക്കാൻ വന്നാണല്ലേ? നാട്ടിലേക്കായിരിക്കും. അമ്മുവിനെ കാണാൻ. അതോ ശ്രീദേവി കുഞ്ഞമ്മയോ? അത് നിങ്ങൾ അറിയണ്ട. അറിയാം. നീ ആരാണെന്നും എന്തിനാണ് നാട് വിട്ട് ഓടിപ്പോന്നെന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ നിന്നെ സഹായിക്കാൻ തയ്യാറായി. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. ശരി, രാമുണ്ണിക്ക് ഇഷ്ടമില്ലെങ്കിൽ പൊയ്ക്കോളൂ. പക്ഷേ പോകുന്നതിന് മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതൊന്ന് വായിക്കൂ. എന്താണിത്? പുറപ്പെടുന്നതിന് മുമ്പ് രാമുണ്ണി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇല്ല, കളവാണിത്. ഇതിലെഴുതിയിരിക്കുന്ന മുഴുവൻ കളവാണ്, പച്ചക്കള്ളം. രാമുണ്ണി, ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവാളിയും സ്വന്തം കുറ്റമേറ്റ് പറയില്ല. എന്നെ വിശ്വസിക്കും. അന്ന് നീ പറഞ്ഞ കഥകളൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ജയന്തി ഇത്ര വിഡ്ഢിയാണെന്നാണോ നീ കരുതിയത്? ഇപ്പോഴെങ്കിലും സത്യം പറയൂ. ഭയപ്പെടണ്ട. നീ ചെയ്ത കുറ്റം എത്ര വലുതാണെങ്കിലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. പറയൂ, ശ്രീദേവി കുഞ്ഞമ്മയാണോ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? അല്ല. പിന്നെ ആരാണ്? എന്തിനാണ് നീ ഓടിപ്പോന്നത്? മുഴുവൻ എനിക്കറിയണം. പറയാം. അന്ന് അമ്മ മണ്ണിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ. മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വയ്ക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. എന്നെ പിടിക്കണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. എന്നെ ആരും പിടിക്കണ്ട. വിടാനല്ലേ പറഞ്ഞത്? കണ്ട, ഞാൻ നടന്നു തന്നെ എന്റെ വീട്ടിൽ വിടാൻ. എന്നെ വിടാൻ ഞാൻ വീണു. പതുക്കെ പതുക്കെ അല്ലേ വീണു. ഇവിടെ വീഴും. രാമണി, നീ എന്താണ് അവിടെ കയറിയിരിക്കുന്നത്? ഒന്നുമില്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? ഇല്ല. പിന്നെ എന്തിനാ വെയിലത്തിരിക്കുന്നത്? പോയി കിടന്നോ. ഇല്ല, ഞാൻ കൊന്നിട്ടില്ല. പതുക്കെ. ഈ വീട്ടിലെ ചുവരുകൾക്ക് പോലും ചെവിയുണ്ട്. ഞാൻ അവരെ കൊന്നിട്ടില്ല. അതെനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞ് വെട്ടിക്കൊന്ന നാട് വിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? കളവാണ്. അതിനെഴുതിയിരിക്കുന്ന കളവാണ്. സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട. ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുണ്ട്. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീ ഇവിടെ നിന്നോളൂ. എന്ത് തീരുമാനിച്ചു? നിൽക്കാം. എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
നിനക്ക് ഡ്രൈവിംഗ് പഠിക്കണ്ടേ? ആ. എന്നാ വാ. ഇപ്പൊ എന്ത് പറയുന്നു? പഠിക്കാമോ? പഠിക്കാം. പിടി. ലെഫ്റ്റ് ഓടി. പുതിയ ശിഷ്യൻ എങ്ങനെയുണ്ട്? കാർ ഓടിക്കാനൊക്കെ പഠിച്ചോ? ഞാൻ ഉദ്ദേശിച്ചാലും കൂടുതൽ വേഗം പഠിച്ചു. ഓ, അപ്പോ ഒരാൾ പിടിക്കനാണല്ലേ? വിനയൻ, നീ ഒരു വിഡ്ഢിയാകരുത്. ആയതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ ജോലിയെല്ലാം ഞാൻ ചെയ്തത്. കൂട്ടത്തിൽ അവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചതോട് പറയൂ. അതിന്റെ ഫലം എന്താണെന്ന് നിനക്കറിയാമോ? നാളെ അവൾ നിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും. നിനക്ക് ഇതിന്റെ ജോലി നഷ്ടപ്പെടും. ജോലി മുമ്പ് പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. എസ്റ്റേറ്റിൽ സൂപ്പറുണ്ടാക്കാം, കമ്പനിയിൽ ഷെയർ തരാം, അതുപോലെ എന്തെല്ലാം. എന്നിട്ടിപ്പോ എനിക്കൊരു ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലേ? വീരയൻ, ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാൽ ജോലി തീരുന്നതിന് മുമ്പ് കൂലി ചോദിക്കരുത്. ആ ശാന്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തിയാണ് എല്ലാം തെറ്റിച്ചത്. അവളുടെ പ്ലാനുകൾ എന്താണെന്ന് ആർക്കറിയാം? അത് ശ്രദ്ധിക്കാൻ നീ എവിടെ വേണം. ഇല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. വീരയ്യന് മനസ്സിലായോ? എന്തായാലും നീ ആ ജോലി നഷ്ടപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജോഹൻ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ ഇവിടെ ഇല്ല, എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു. അപ്പോ ഇനി മുതൽ രാവണ്യാണ് ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? എന്താ, വീരേന് ഇഷ്ടപ്പെട്ടില്ലേ? ജയന്തിയമ്മേ, ഒരിക്കൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ കൈയാണ്. ഓർമ്മയുണ്ടല്ലോ? വീരയൻ, ആ എന്നെ നിങ്ങൾക്കിപ്പോ വേണ്ട അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കൂ. എന്തിന്? പ്രവൃത്തി ഞാൻ കണ്ടല്ലോ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട. പകരം രാജഗോപാലന്റെ വാക്കുകൾ കേൾക്കും അല്ലേ? എങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കൂ. വീരയ്യനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി എസ്റ്റേറ്റിൽ ജോലി തരുന്ന കാര്യത്തിൽ ആരാ തടസ്സം നിന്നതെന്ന്? രാമുണ്ണിയെ ഡ്രൈവറായി നിയമിച്ചത് വീരയ്യനെ പിരിച്ചുവിടാനല്ല, ഈ വീട്ടിലെ മുഴുവൻ ചുമതല ഏൽപ്പിക്കാനാണ്. എന്താ, വീരയ്യൻ ഇവിടെ ഉണ്ടാവില്ലേ?
ഇനി അത് ചേട്ടൻ വെച്ചോളൂ. നീ എന്നോട് കൽപ്പിക്കുന്നു. വല്ലതും പറ്റിയോ? ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കൊല്ലും. പക്ഷെ അതിനുള്ള ആരോഗ്യം ദൈവം തന്നില്ലല്ലോ. എന്തിനാ കുട്ടി ഇങ്ങനെ അടിക്കുന്നത്? എന്നോടൊന്നും ചോദിക്കരുത്. നിനക്കറിയാമോ, ആ കുട്ടിയെ ചുമലേറ്റി നടന്നവനാണ് ഞാൻ. ശാന്തി മോൾക്ക് എന്റെ ജീവനായി. ഇന്ന് എന്റെ മോള് എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. രാമുള്ളി അറിഞ്ഞില്ല. ഞാൻ എന്നും ഓർക്കും. വയ്യ മോളെ, വയ്യ, തീരെ വയ്യ മോളെ. അച്ഛൻ ഇപ്പൊ വരും. വേലപ്പിന് ഒരുപാട് ദൂരം. എനിക്ക് ആനപ്പുറത്തിരിക്കണം. വേലപ്പൻ ആനയാവൂ. ഞാനിപ്പോ എന്തായി? ആനയായി, കരടിയായി, പൂലിയായി, ഒട്ടകായി. അച്ഛാ, ഞാൻ പറഞ്ഞിട്ട് ഈ വേലപ്പൻ അനുസരിക്കുന്നില്ല. എടാ, എന്റെ മോള് പറഞ്ഞിട്ട് നീ അനുസരിക്കില്ലേ? ഞാൻ മോള് പറഞ്ഞ എല്ലാം അനുസരിച്ച്. ആനയെ കാണാൻ മോക്കച്ഛൻ ജീവനുള്ള ആനയെ കാണിച്ചു. വേഗം ഒരുങ്ങി. എങ്ങോട്ടാ? നമുക്കിത് നായാട്ട് പോവാം. വേഗം പുറപ്പെടും. എന്താണ് നോക്കി നിൽക്കുന്നത്? പുറപ്പെടേ. ഞാൻ അവിടെ എത്തിക്കോളാം. നീ ഞങ്ങളുടെ കൂടെ തന്നെ വരണം. എനിക്ക് ശരീരത്തിന് എന്തോ ഒരു വല്ലായ്മ. എനിക്കറിയാം നിന്റെ അസുഖം എന്താണെന്ന്. നാണമില്ലടാ. ശാന്തി മോളുടെ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യം കാണിച്ചില്ല. പിന്നെ കാട്ടു പോകുന്നത് എനിക്കിഷ്ടമാണ്. പിന്നെന്താ മുതലാളി, വെടിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു മാതിരി. ആ എന്താ മുതലാളി, നമുക്കൊരു കാര്യം ചെയ്യും. ഇപ്രാവശ്യം തോക്കെടുക്കണ്ട, മൃഗങ്ങളെ കെണി വെച്ച് പിടിക്കും. ഞാൻ പിടിച്ചോളാം. പുറപ്പെട്ടോ. എന്താടാ? അല്ല, അതിന്റെ മൂക്ക് എന്റെ നേരെ തിരിഞ്ഞു വരും. നീ പേടിക്കണ്ട, ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്, പൊട്ടൂല. വല്ല ബുദ്ധിയില്ലാത്ത ജന്തുവല്ലേ, എങ്ങനെ വിശ്വസിക്കും? ആ അതാ പിന്നെ. അല്ല, ഇനി ഇവിടെ എവിടെയും കുറച്ച് ഇരുന്ന് ക്ഷീണം മാറ്റിയിട്ട് പോവാം. നീ എന്റെ കൂടെ വാടാ. ഇടയ്ക്ക് നടന്ന് ശബരിമല എത്തിന്ന് തോന്നുന്നുണ്ട്. നിന്നെ കൊണ്ടുവന്ന് എന്നെ വലിയ ശല്യം. ആ, നമുക്ക് ഇവിടെ നിൽക്കാം. ഇവിടെ നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. കാല് കാണിക്കുന്നുണ്ട്. മതി, ഇവിടെ നിൽക്കാതെ നല്ലത്. വെള്ളം 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 ഇത് പിടിക്കും. എന്നാ അതും കൂടെ കൂട്ടാ. ശരിയാവില്ല. ഇന്നുണ്ടോ പുലി? പുലി കരടിയോ കാറ്റായി നിൽക്കാം. നമുക്ക് അവിടെ പോകണം. എങ്ങോട്ടാണ്? അടുത്ത ദിവസം ശാന്തി മോളെ കോൺവെന്റിൽ ചേർത്തു. പിന്നീട് ഈ വീട്ടിൽ അന്തിയുറങ്ങിയ പെണ്ണുങ്ങൾക്ക് കണക്കില്ല. ഇപ്പോഴത്തെ മാനേജർ രാജഗോപാലനാണ് കൊണ്ടുവരിക. പാതിരാക്ക് പുലരുന്നതിന് മുമ്പ് അവറ്റ പോവുകയും ചെയ്യും. എന്നാൽ ഇവൾ പോയില്ല. പിന്നീട് ഒരുത്തി അതിനകത്ത് കയറ്റിയതുമില്ല. മുതലാളി മരിക്കുന്നവരെ. മരിച്ചതല്ല, ഇവൾ കൊന്നതാണെന്നാ പറഞ്ഞു കേൾക്കുന്നത്. എന്തൊരു ശക്തനായിരുന്നു മുതലാളി. അങ്ങേർക്ക് പോലും ഇവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. മരിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ. എന്റെ ശാന്തി മോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ഞാനാണ് നിന്നെ ഇവിടെ നിയമിച്ചത്. വേലമ്മ, ഞാൻ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. ആ പെണ്ണിനിപ്പോ എങ്ങനെയുണ്ട്? ഒരു വ്യത്യാസവും കാണുന്നില്ല സാർ. കുത്തിവെച്ചാൽ കുറെ നേരം മയം കിടക്കും. പിന്നെയും പഴയ നില തന്നെ. ആ ഡോക്ടർ ഒന്നിനും കൊള്ളില്ല സാർ.